പേര് പോലെ തന്നെ ഇവിടെ പലതും ഹിഡൻ ആട്ടോ. ഒരു ഹിഡൻ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് എടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ പില്ലർ നമ്പർ 377 നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ. അതിൻ്റെ പേര് തന്നെ ഹിഡൻ എന്നാണ്. ഹിഡനിൽ തന്നെ ഹിഡനും ആട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. കയറുമ്പോൾ തന്നെ ഇതേപോലത്തെ ഒരു ഇടവഴിക്കട വേണം നമുക്ക് റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് പോകാനായിട്ട്. ആ പോകുന്ന വഴിയൊക്കെ ആണെങ്കിൽ ഫുള്ള് പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഫുള്ള് ഒരു വഴിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ആ റെസ്റ്റോറൻറ്റ് ഫുള്ള് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ ഒരുപാട് ഇരിക്കാനൊക്കെയുള്ള സ്പേസുകളും ചെയറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വാഷ് ബേസിനാണെങ്കിൽ തന്നെ നോക്കി ഫുള്ള് കല്ല് ഇങ്ങനെ കൊത്തി വെച്ചിട്ട് അതിൽ കൂടെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ നമ്മൾ ടാപ്പ് ഓപ്പൺ ചെയ്യുമ്പം ആ കല്ലിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി നമ്മുടെ കയ്യിലേക്ക് വരും കേട്ടോ. അതൊക്കെ നൈസ് ഒരു വൈബാണ് നമുക്ക് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇനി ഇവിടെ കയറി ഫുഡ് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ഫുഡ് നോക്കാം. അപ്പോൾ നമ്മൾ പുറത്തല്ല ഇരുന്നത്, പുറത്തിരിക്കണമെങ്കിൽ പുറത്തും ഇരിക്കുക കേട്ടോ. ഒരുപാട് ഏരിയകളുണ്ട് അവർക്ക് ഇരിക്കാനായിട്ട്. അപ്പം നമ്മൾ ഒരു റൂമിൻ്റെ ഉള്ളിലേക്കാണ് കയറിയിരിക്കുന്നത്. ആ റൂമിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇത് നോക്കിയാൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഡൈനിങ്ങിൻ്റെ മുകളിലായിട്ട് തന്നെ വലിയൊരു തടിക്കഷ്ണം അവർക്ക് എടുത്തു കിട്ടുന്നു കേട്ടോ. അത് കാണുമ്പോൾ തോന്നും ഒരു ഫാൻസിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്, പക്ഷേ അത് ഒറിജിനൽ തടിമരമാണ് ഉണങ്ങിയത്. അത് ചെങ്ങലൊക്കെ ഇട്ട് കെട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ അത് തല ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് ആ ഒരു വൈബിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തു. ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. അപ്പം എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്നൊന്നും അറിയത്തില്ല. പോത്ത് പുലാവൊക്കെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ ഡിഷൊക്കെ ഓർഡർ ചെയ്ത് വന്നിട്ടോ. ചിക്കൻ്റെ സ്പെഷ്യലായിട്ടുള്ള സാധനമാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു പോത്ത് പുലാവാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസ്, വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത പോത്ത് പുലാവ് കേട്ടോ. ഇതൊരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വാണ്ടിറ്റി ഉള്ളൊരു സാധനമാണ് ഈ പോത്ത് പുലാവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല നൈസ് ആട്ടോ. നല്ല ഒരുപാട് മസാലയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതിൻ്റെ മീറ്റാണൊക്കെ ഉണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഒറിജിനൽ പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ നാരിങ്ങനെ വരില്ല. അതേ സെയിം തന്നെ കേട്ടോ. പോത്തെന്ന് പറഞ്ഞാൽ പക്ക പോത്തിൻ്റെ പുലാവ്. അതും ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് വന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ആസ്വദിച്ചു കഴിച്ചു. അപ്പോൾ എനിക്ക് പോത്ത് പുലാവ് വളരെ അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു ഞങ്ങൾ. പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തേക്ക് കൈ കഴുകാൻ ഇറങ്ങി കേട്ടോ. കൈ കഴുകാൻ ഇറങ്ങിയപ്പോൾ അടുത്ത വേറൊരു വാഷ് ബേസിലേക്കാണ് നമ്മൾ പോയത്. അവിടെയും ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് അവർ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാം കൊണ്ട് നൈസ് ഒരു ആംബിയൻസും വൈബും ഒക്കെ ആഗ്രഹിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ വരുവാണെങ്കിൽ നല്ലൊരു ഫീലൊക്കെ ആയിരിക്കും. നല്ലൊരു വൈബും നല്ല ഫീലും വയറും ഒക്കെ നിറഞ്ഞിട്ട് പോകാനായിട്ട് സാധിക്കും. എടപ്പള്ളിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു കഫേ തന്നെയാണ് ഈ ഒരു ഹിഡൻ കഫേ കേട്ടോ.